എല്ലാവരും ഇവിടെ തകൃതിയായിട്ടുള്ള പണിയിലാണ് ട്ടോ. ഇവിടെ ഞങ്ങളിന്നൊരു കൊച്ച് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കസിൻ സിസ്റ്ററിന്റെ മാരേജ് വരെയായിരുന്നു. അപ്പൊ അവൾക്ക് ഭയങ്കര ആഗ്രഹം കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ബ്രൈഡ് ടു ബി കൊടുക്കണമെന്നും. അപ്പൊ അവള് ചോദിച്ച ഒരു കുഞ്ഞു പൂവാണെങ്കിൽ ഞങ്ങൾ ഒരു വലിയ പൂന്തോട്ടം കൊടുക്കാന്നും പറഞ്ഞിട്ടും ഞങ്ങൾ എല്ലാവരും കൂടി കസിൻ സിസ്റ്റേഴ്സ് കുറച്ച് പേരൊക്കെ ചേർന്നിട്ടാണെങ്കിൽ കട്ട പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ സംഭവം. അപ്പൊ അവൾക്ക് അറിയത്തില്ല ഇന്ന് അവളുടെ ബ്രൈഡ് ടു ബി ഇവിടെ നടത്താൻ പോകുന്നതൊന്നും അറിയത്തില്ല കേട്ടോ. ഇന്ന് ഇവിടെ വേറൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനല്ല, ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അവളൊന്ന് സർപ്രൈസ് ചെയ്യിക്കാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ റെഡിയാക്കിയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ നേരത്ത് 6 ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൂടൊക്കെ കട്ടക്കായിട്ട് ബാക്കിയുള്ളവരും കൂടി കൂടിയേട്ടാ. അപ്പോൾ നമ്മുടെ ചെക്കന്മാരൊക്കെയാണ് അവിടെ നമ്മളെ സഹായിക്കാനായിട്ട് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ കലാപരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്ന സമയത്താണ് അപ്പുറത്താണ് ഞങ്ങൾ അവിടെ അലങ്കാരത്തിനായിട്ട് ഒരു ചട്ടിയിൽ സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഉരുട്ടി മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഒരു PVC പൈപ്പിന്റെ മേളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് സംഭവമൊക്കെ ചുറ്റി വെച്ചേക്കുന്നതാണ്. അപ്പൊ ഇതിൽ കൂടെ ഒരുത്തനാണ് ഈ മുഖം പൊത്തി കിടന്ന് ഓടുന്നുണ്ട്. ആ ഓട്ടം കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും അവനാണത് ഉരുട്ടി മറിച്ചിട്ട്. അല്ലേ അല്ല കേട്ടോ, അവൻ ക്യാമറ ഉണ്ടപ്പോ നാണം കൊണ്ട് ഓടിയതാണ്. ഉരുട്ടി മറിച്ചിട്ടവനാണെങ്കിൽ അപ്പൊ തന്നെ ഇവിടുത്തെ സ്ഥലം കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പയ്യൻസാണ്. അപ്പൊ ഇത് 6 ബ്രൈഡ് ടു ബി ആണെന്ന് വെച്ചാണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡിന്റെ കുഞ്ഞുമ്മയുടെ മോളുടെ, അതായത് ഇക്കാക്കയുടെ ഉമ്മയുടെ അനിയത്തിയുടെ മോളുടെ. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളവരെന്ന് പറയുമ്പോഴത്തേക്കും ഇക്കാക്കയുടെ വീട്ടിലെ 3 പേര്, ഇക്കായുടെ വീട്ടിൽ 3 ആൺപിള്ളേരാണ്. ആ 3 ആൺപിള്ളേരുടെ ഭാര്യമാര്. ഇളയാളുടെ ഭാര്യയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ജുബൈരി എന്ന പേരും. അവളാണ് ഈ സംഭവമൊക്കെ സെറ്റാക്കിയത്, ഓർഗനൈസ് ചെയ്തതും. അപ്പൊ രണ്ടാമത്തെ ആളുടെ, അതായത് ആദ്യത്തെ അനിയന്റെ ഭാര്യയാണ് അപ്പുറത്ത് നിൽക്കുന്നത്, പേര് റമിത എന്നാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഞാനും ആ ഒരു ഫാമിലി എന്നുള്ളതാണ്. പിന്നെ ഇക്കാക്കയുടെ ഒരു മാമയുണ്ട്, ആ മാമയുടെ മോളുണ്ട്, ഹുസ്നായാണ് പേര്. അപ്പൊ അവള് അടുത്ത ആൾ വന്നു. പിന്നെ ഉള്ളത് ഈ മണവാട്ടിയുടെ ഇത്താത്തയും നാത്തൂനും ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. ഇതാണ് ഹുസ്നാട്ടോ, ആ ഫ്ലവർ വെക്കുന്നില്ലേ, ആ ആളാണ് ഹുസ്ന. അപ്പൊ ഞങ്ങള് ഇത്രയും 6 പേരേ ഉള്ളൂ സംഭവം ഇതാക്കാനായിട്ടും. വേറെയും കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ ദൂര സ്ഥലത്തുമാണ്. പിന്നെ അവർ കുറച്ചും കൂടി എൻഗേജ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പറ്റുന്നവരെല്ലാം കൂടി ചേർന്നിട്ട് സംഭവം സെറ്റാക്കിയതാണ്. ഒരേപോലെ ഡ്രസ്സ് എടുത്തും ഈ സംഭവങ്ങളൊക്കെ ഓൺലൈനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വാങ്ങിച്ചും അങ്ങനെ സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പരിപാടി നടത്തണ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുമാടെ വീടൊന്നുമല്ല കേട്ടോ. അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞങ്ങള് എൻ്റെ ഹസ്ബൻഡിന്റെ ഇളയ മാമാടെ വീട്ടിലാണ് കേട്ടോ. ഇക്കാക്കയുടെ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും 3 മാമന്മാരാണ് ഉള്ളത്. അതിൽ ഇളയ മാമാടെ വീട്ടിലാണ് ഞങ്ങൾ സെറ്റാക്കിയേക്കുന്നത്. തറവാട് എന്നൊക്കെ പറയും, അവിടെ സെറ്റാക്കിയേക്കണം. അങ്ങനെ എത്ര ദിവസം, 2-3 ദിവസത്തെ അലച്ചിലും കൊണ്ടിട്ടും എല്ലാവരും കൂടി ചേർന്ന് ഇതൊക്കെ ഭംഗിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മണവാട്ടിപ്പെണ്ണ് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇക്കാക്കയുടെ വീട്ടിലെ ഏറ്റവും അവസാനത്തെ പെങ്കൊച്ചാണ് കേട്ടോ. അതായത് ഇനി ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പേരമക്കളാണ്. ഇക്കാക്കയുടെ സഹോദരി എന്നുള്ള നിലയിലല്ലേ, കസിൻ സിസ്റ്റർ എന്ന നിലയിലും അവളാണ് ലാസ്റ്റത്തെ ആളും. അപ്പൊ അവളങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എല്ലാവരും കട്ടക്ക് തന്നെ നിന്നും. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ ബ്രൈഡിന്റെ ഇത്താത്തായിട്ട് പറഞ്ഞത് ഷാഹിന എന്ന പേര്. അപ്പുറത്തേക്കുന്നതാണ് നാത്തൂനും അവളുടെ ഇക്കാക്കയുടെ വൈഫാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവളെ വെൽക്കം ചെയ്യാനായിട്ട് അറേഞ്ച് വെക്കേണ്ടോ. അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയണ, നമ്മുടെ ഫാത്തിമ സഹല എന്നുണ്ട് അവളുടെ പേരും. ഞാൻ ഇതുവരെ പേര് പറഞ്ഞില്ല തോന്നുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണത്തിന് മുന്നേ എത്രയും നാൾ മുന്നേ ബ്രൈഡ് ടു ബിയുടെ വീഡിയോ എടുത്ത് വെച്ചാണ്ടോ. പക്ഷെ അപ്പാന്ന് പറയുമ്പോഴത്തേക്കും വീഡിയോ ഇടേണ്ട, കുറച്ച് കഴിയട്ടെ എന്നുള്ളൊരു മട്ടിൽ നിൽക്കിയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ തിരക്കായിപ്പോൾ, അതാണ് ഇത്രയും വൈകിപ്പോയത്. അപ്പൊ നമ്മുടെ ഫാത്തിമക്കുട്ടി അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കോള് വന്നു. ഫാത്തിമയുടെ ഒപ്പം ഉമ്മയും ബ്രദറും ഉണ്ട് കേട്ടോ. അപ്പൊ അവിടുന്ന് കോള് വന്ന് ഞങ്ങളെല്ലാം സെറ്റായി ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഞങ്ങളുടെ ഡ്രസ്സ് മീഷോന്ന് എടുത്താൽ കേട്ടോ. ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത്, തട്ടനൊക്കെ ജൂബിയാണ് പോയി എടുത്തതും. അങ്ങനെ കുറച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫാത്തിമ മോള് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവളെത്തിയ പാടെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഹാപ്പി ബ്രൈഡ് ടു ബി എന്ന് പറയാതെ തന്നെ അവൾ ആകെ അന്തിച്ചു കേട്ടോ. ഒന്നാമത് എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടിയൊക്കെ, പിന്നെ ഒരേപോലത്തെ ഡ്രസ്സ് എല്ലാം കാര്യങ്ങളും കണ്ടപ്പോഴത്തേക്കും അവൾ ആകെ അമ്പരന്ന് കേട്ടോ. ബാക്കിലാണെങ്കിൽ റോഡിൽ ഒരു കാർ നിർത്തിയിട്ട് ആരും വായി നോക്കിക്കുന്ന കാണുന്നില്ല. അത് വഴിപോക്കുന്നൊന്നുമില്ല കേട്ടോ, അവളുടെ ബ്രദറാണ് ഇവരെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ റോഡിൽ ഇരുന്നിട്ട് നോക്കിയിരിക്കുകയാണ്. കാറ് പാർക്കണേന്റെ ഗ്യാപ്പിൽ കൂടെ സീനും കൂടി പിടിക്കാമല്ലോ. അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫാത്തിമ ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കണ്ണും വീച്ച് ആകെ എക്സൈറ്റഡ് ആയിരിക്കണം. പാട്ടിപ്പോപ്പ് അവളുടെ അടുത്ത് പൊട്ടിക്കുന്നതിന് പകരം ഒരു മഹാനാണെങ്കിൽ ബാക്കിൽ കൊണ്ടിട്ട് പൊട്ടിച്ചിട്ട് ആ വിശേഷങ്ങൾ അവിടെ പറഞ്ഞ് ഞാനാണ് പൊട്ടിക്കാൻ പറഞ്ഞു. കാരണം അവൾ എക്സൈറ്റ് ആയപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു. പാട്ടിപ്പോപ്പ് പിന്നീട് പൊട്ടിക്കാന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഉണ്ടല്ലോ, അപ്പം ഞാൻ പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ പൊട്ടിക്കാൻ നിന്ന മണ്ടനാണെങ്കിലും ഞങ്ങളുടെ തലയിലേക്കാണ് പൊട്ടിച്ചിട്ടത്, അവളുടെ മേത്തേക്കല്ല പൊട്ടിച്ചിട്ടതും. എന്തൊക്കെ തന്നെ ആയാലും സംഭവം കളറായിട്ടുണ്ടും. അവിടെ ഫാത്തിമയാണെങ്കിൽ 5 കൊടുത്ത് നൈസായിട്ട് പറയും അമ്പടെ കള്ള, അപ്പം അതുകൊണ്ടാണല്ലോ എൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചതെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ മതി പറഞ്ഞിരിക്കണം. അവളുടെ സന്തോഷം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫാത്തിമയ്ക്ക് എങ്ങാണ്ട് 13 14 വയസ്സുണ്ടായിരുന്നുള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു കേട്ടോ. 14 വയസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അത്രയും ചെറിയൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയാണ് ഇപ്പം ഇത്രയും വലുതായത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവളെ ആനയിച്ച് അകത്തേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പോൾ അവളിവിടെ ഇത്രയും സെറ്റപ്പ് ഒന്നും പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം ഇവളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ബ്രൈറ്റ് ബി കൊടുത്തെങ്കിൽ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഞങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ആണെങ്കിലും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഫാത്തിമയാണെങ്കിൽ കണ്ണും വെട്ടാതെ ചുറ്റും നോക്കിയാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവം ഒപ്പിച്ച് വെച്ചേക്കണെന്ന് പറഞ്ഞ് നോക്കിയാണ് കേട്ടോ. ലൈറ്റ് കാര്യങ്ങൾ ഇപ്പം ഇടാൻ പറ്റില്ല, ലൈറ്റ് ഇപ്പം വൈകിട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ബാക്കി സെറ്റപ്പൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ ഈ വിരൽ ചൂണ്ടുന്നത് അവളെ തന്നെയാണ് കേട്ടോ. കാരണം അവൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പിക്ക് എടുത്തിട്ട് തല വെട്ടി ജുബി ഈ പറഞ്ഞോണം മോർഫ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പിക്കാണ് കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ അവളല്ല, അത് അവളുടെ തല മാത്രമേ ഉള്ളൂ. അപ്പം അത് കണ്ടിട്ട് അവൾ ആകെ അതിശയപ്പെട്ടു കേട്ടോ. അപ്പം ഇപ്പം കരയുമെന്നൊക്കെ തോന്നിപ്പോയി. ആളാണെങ്കിൽ ആകെ ഇമോഷണലായി. കുറച്ചും കൂടി സ്ട്രോങ് ആയിക്കണം ആരെന്ന് എനിക്ക് അറിഞ്ഞ് ബഹളമൊന്നും വെച്ചില്ല കേട്ടോ. ആൾക്കാണെങ്കിൽ സന്തോഷം കൂടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും വലിയ സെറ്റപ്പൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുമോ ഞങ്ങളും വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്നും അവളൊന്ന് സന്തോഷിപ്പിക്കണമെന്ന് വിചാരിച്ചോളൂ. ഇത്രയും വലിയ സെറ്റപ്പ് ആക്കാൻ സഹായിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ. അവിടെ ജുബി ആണെങ്കിൽ എന്നെ ചട്ടം കിട്ടണം അകത്തേക്ക് കീറിപ്പോന്നും പറഞ്ഞിട്ട്, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാത്തിമാക്ക് കിട്ടിയ ഈ സർപ്രൈസ് ഒന്നുള്ള സർപ്രൈസ് അടുത്ത കിടിലും സർപ്രൈസ് ഇതാ ഈ കിടക്കുന്നതാണ് കേട്ടോ. അവളുടെ ഡ്രസ്സ് അവളറിയാതെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവളുടെ നാത്തൂൻ, ഞാൻ പേര് പറഞ്ഞില്ല, മൂസീന എല്ലാം സെറ്റാക്കിയിട്ടാണ് ഇവിടെ ഒരു പരിപാടി ഉണ്ട് സഹായിക്കാൻ പറ്റിയെന്നും പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് കണ്ടപ്പോഴത്തേക്ക് ഫാത്തിമ കിടിഞ്ഞു പോയി. ഈ ബെൽറ്റ് ഇവിടെ ആയിരുന്നല്ലേ എന്നാണ് അവൾ ആദ്യം ചോദിച്ചേട്ടാ. കാരണം അവൾ ആ ഒരു ഡ്രസ്സിൻ്റെ അരപ്പട്ടയിൽ കെട്ടി വെച്ചേക്കുന്നില്ലേ സംഭവം, ആ സംഭവം അവൾ അന്വേഷിച്ച് ഇടുന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചേക്കണ പറഞ്ഞാൽ അവൾക്ക് കിട്ടാഞ്ഞതും. അപ്പോൾ ജുബിക്കുട്ടിയാണെങ്കിൽ വേഗം തന്നെ അതൊക്കെ എടുത്തിട്ട് കൊടുത്ത് വേഗം റെഡി ആയിട്ട് വാ നമുക്കിനി ബാക്കി കളറാക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കുഞ്ഞനീത്തിനെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അവളുടെ കൈയൊക്കെ ആണെങ്കിൽ വിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ, സന്തോഷം എക്സൈറ്റഡ് ഒക്കെ ആയിട്ടും. അപ്പോൾ ഇതായിരുന്നു ഫാത്തിമക്കുട്ടിക്ക് ഞങ്ങൾ കരുതി വെച്ച കേക്ക് കേട്ടോ. ആദ്യത്തെ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത കേക്കാണെങ്കിലും അവിടെ ഇവിടെയും ചളങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഫാത്തിമ ഉണ്ടാക്കിയ കേക്ക് കേട്ടോ. അവളൊരു ഹോം ബേക്കറാണ്, ദുആയിഷ് ബേക്സ് എന്നും പറഞ്ഞിട്ട് അവൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ടും അവൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി കഴിക്കാം, അതായത് ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും ഒത്തുകൂടെ എന്ന് പറഞ്ഞില്ല, അപ്പം എല്ലാവർക്കും കൂടി കഴിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു കേക്കായിട്ട് വന്നതായിരുന്നു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ ആ ഒരു തീമിനോട് 100% മാച്ച് ആയിട്ടുള്ള കേക്ക് കേട്ടോ. അപ്പം ഞങ്ങൾ ആ ഒരു കേക്കും കൂടി അവിടെ വയ്ക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മുടെ പരിവാരങ്ങളെല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ട് വരെയാണ് കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. വളരെ തുച്ഛമായിട്ടുള്ള പൈസ കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ആകെ ഞങ്ങൾക്ക് അയക്കുന്നത് ബലൂണിനും പിന്നെ ഈ പറഞ്ഞ ടേബിൾ അറേഞ്ച്മെൻറ്റ്സിനും കാര്യങ്ങൾക്കും ആയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സിനും ഒരാൾക്ക് എനിക്ക് തോന്നുന്നു 2000 നിന്നെന്ന് തോന്നണം. ഡ്രസ്സിന് മാത്രം 1000 അടുത്ത് വന്നു. പിന്നെ ഈ ഇരിക്കുന്ന സംഭവങ്ങൾക്ക് മാത്രം ഞങ്ങൾ അധികം ക്യാഷ് ആക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സംഭവം ഉണ്ടാവും. ആ ലൈറ്റൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ വീട്ടിലുണ്ടായിരുന്ന സംഭവം ഉണ്ടാവും. പിന്നെ എടുത്തു പറയേണ്ട ആൾ ഇക്കാക്കടെ വാപ്പയാണ് കേട്ടോ. വാപ്പയാണ് ഇവിടെ വേണ്ട എല്ലാ സെറ്റിങ്സിൻ്റെയും മെയിൻ ഡോണറായിട്ട് വരുന്നത് കേട്ടോ. ആ ടേബിള് പിന്നെ ബീൻ ബാഗ് ഞങ്ങളുടെ അടുത്ത് നിന്ന്, ആ ടെൻറ്റ്, റിങ് എന്ന് വേണ്ട സകലത്ര സാധനങ്ങളും വാപ്പയാണ് കേട്ടോ സെറ്റാക്കി തന്നത്. ആ ഫോട്ടോ വയ്ക്കാനുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ വാപ്പ എത്ര ദിവസം മുന്നേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാന്ന് അറിയാമോ. അപ്പോൾ വാപ്പയാണ് ഇതിൻ്റെ അകത്ത് മിക്ക കാര്യങ്ങളും സെറ്റാക്കാൻ നിന്ന് കേട്ടോ. വാപ്പയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ടേബിളിൽ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ആ ഡ്രിങ്ക് വെക്കുന്നത് നമ്മുടെ വാട്ടർ മെലനാണ്. അപ്പം ഞങ്ങൾ ബഡ്ജറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടർ മെലനും പൊമഗ്രാനൈറ്റും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി. അതായത് അധികം പൈസ ചിലവില്ലാതെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ടേബിൾ ഫില്ലാവണ്ടേ, നമ്മൾ വെറുതെ കൊണ്ടുവന്നിട്ട് കണ്ണി കണ്ട കൊണ്ട് നോക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു കളർ കോംബോ ആയിട്ട് മാച്ച് ചെയ്ത് പിങ്ക് വേറെ വരണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം. അതിനൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ആർഭാടം അധികം അങ്ങോട്ട് കാണിക്കുന്നതിനോട് ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, ആർഭാടം കാണിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. എന്നാൽ അവളൊന്ന് സന്തോഷിപ്പിക്കുക വേണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സെറ്റാക്കിയതും. കേക്ക് കണ്ട സുന്ദരി കേക്കായിരുന്നു കേട്ടോ. ടേസ്റ്റ് കൊണ്ടും കാണാൻ ലുക്ക് കൊണ്ടും അടിപൊളിയായിരുന്നു. കൊണ്ടുതന്നെ വയ്ക്ക് എങ്ങോ ചളക്ക് പറ്റിയതാണ്. വാട്ടർ മെല്ലാണ് ആ ബോൾ രൂപത്തിലാക്കി വെച്ചേക്കണത്, നമ്മുടെ മാതള നാരങ്ങ അനാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കപ്പ് കേക്ക്, വാട്ടർ മെല്ലൻ്റെ തന്നെ 2 ജ്യൂസും
വാട്ടർമെലൻ്റെ സാധാരണ ജ്യൂസാണ് ഈ റെഡ് കളറും പിങ്ക് കളറായിട്ട് വന്നേക്കുന്നതും റൂഹ് അഫ്സാന്ന് എങ്ങാണ്ടാണ് അവർ പറഞ്ഞത്. എനിക്കറിയില്ല. പാല് ചേർത്തടിച്ചിട്ട് നമ്മുടെ കസ്കസൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഫാത്തിമ കൊണ്ടുവന്ന കേക്കാണ് ഫസ്റ്റ് തന്നെ കൊണ്ടുവന്ന് വച്ചേക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്നാണ് ട്ടോ അത് കട്ട് ചെയ്തത് മറ്റേ കേക്ക് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വെച്ചെന്നുള്ളൂ. ഇപ്പം നിവർത്തിക്കൊണ്ടിരിക്കുന്ന കുടയാണ് കേട്ടോ. നമ്മുടെ ടൂത്ത് പിക്കിൻ്റെ മുകളിൽ കുടയെ പോലെയുള്ള ഒരു പേപ്പർ സംഭവമൊക്കെ സെറ്റാക്കിയേക്കണതും അതും ഇക്കാക്കടെ വാപ്പനെ തന്നതാണ് കേട്ടോ. ഇക്കാടെ വാപ്പണി കിട്ടുന്ന സാധനങ്ങളൊന്നും കളയില്ല, എല്ലാം കൂട്ടി കൂട്ടി വെക്കും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോഴത്തേക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ മുകളിലേക്ക് കുടയൊക്കെ വെച്ച് നിരത്തിയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാണിച്ചൊന്ന് എന്താ പറയണത്, ഒന്ന് മോടി കൂട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാവരും പെണ്ണിനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. മാമയുടെ ചെവിട്ടിൽ പൂവല്ല കേട്ടോ, കുടയാണ്. ഞാൻ ആദ്യം ഓർത്ത് പൂവാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇറങ്ങി വരികയാണ്. ഞങ്ങൾ പരിവാരങ്ങളും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഇതാക്കി വന്നു. കൂടുതൽ ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇവൾ വന്നതിന് ശേഷം ഒരുപാട് പാട്ടിട്ടുണ്ടായിട്ടോ, കോപ്പിറൈറ്റ് കിട്ടും. അതാണ് അതൊക്കെ കട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. അപ്പോൾ നമ്മുടെ ഫാത്തിമ കുട്ടീനെ ഞങ്ങൾ ആനയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ഇനി വേറൊരു ഇതായിരിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ മാരേജിന് മുമ്പുള്ള ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ആയിരിക്കുള്ളൂ, മാരേജിന് ശേഷമുള്ള ലൈഫും വേറെ ആയിരിക്കുമല്ലോ കേട്ടോ. പിന്നീട് ഭയങ്കര ഒരു മെച്യൂർഡായൊക്കെ പോലെ തോന്നിട്ടാ. ആവാത്തവരുണ്ടും. ഞാനൊക്കെ കുറച്ച് വൈകിയാണ് ആയതും. അപ്പോൾ ബ്രൈഡ് ടു ബിയുടെ ആ ഒരു സംഭവം വീണ്ടും ഇട്ട് കൊടുക്കാനും ഷാഹീന വന്നിട്ട് കൊടുക്കാനും. ഇത് അവളുടെ സ്വന്തം ഇത്താത്തയാണ്. പിന്നെ ഒരെണ്ണം കസിൻ സിസ്റ്റർ, അതായത് മാമാടെ മോള്, മാമാടെ മോള് പറഞ്ഞത് ഇത് മൂസീന. ചങ്സാണ് കേട്ടോ. നാത്തുമാരാന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രണ്ടുപേരും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ഭയങ്കര കൂട്ടാണ്. ഇനി നമ്മൾ പാർട്ടി പരിപാടികളൊക്കെ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ABCD ഒരു അന്തവും കുന്തവും അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ കാണുന്നതും. ജുബിയാണ് ഇതിൻ്റെ മെയിൻ ആൾ. ജുബിയാണ് A to Z കാര്യങ്ങളെല്ലാം ചെയ്തതും എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ കേട്ടോ. അവൾ തന്നെയാണ് ഓൺലൈനായിട്ട് ഇതൊക്കെ വാങ്ങിച്ചതൊക്കെ സെറ്റാക്കിയത് കേട്ടോ. ബാക്കി എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ നിന്നും. സിയയുടെ ഐഷയുടെയൊക്കെ ഉടുപ്പെന്ന് പറയുമ്പോൾ ചെറുതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നേ 2 കൊല്ലം മുന്നേ തയ്ച്ച ഉടുപ്പായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത റീല് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ ജുബി എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും ഒരു ധാരണയില്ല കേട്ടോ. മുട്ടൻ കോമഡി ആയിരുന്നു. ഞാനും ബിഹൈൻഡ് ദ സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. അത് കൂടുതലും അത്രയും രസകരമാവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന ക്യാമറാമാൻ്റെ കഴിവാണ് കേട്ടോ. അത് ഇക്കാക്കടെ ഇളയ അനിയനാണ്, ഹാഷി എന്ന പേരും. ആളുടെ കൗണ്ടറും അതേപോലെ തന്നെ ഞങ്ങളുടെ കുറേ മണ്ടത്തരങ്ങളും എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും പറഞ്ഞ് നിർത്തിയിട്ട് വീഡിയോ എടുത്ത മഹാനാണ് ഇപ്പം കണ്ടത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇതേ പുറയിലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് കേക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് പെണ്ണിനെയും കൊണ്ടിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോഴേ മണവാട്ടി ആക്കി. രണ്ടും കൂടി അപ്പുറം ഇടവും വലവും നിന്നിട്ടാണ് പിടിച്ചു കൊണ്ട് ആനയിച്ചിരുത്തുന്നത്. ബീൻ ബാഗിൻ്റെ മേളിൽ നമ്മൾ വൈറ്റ് കളർ തുണിയിട്ട് മറിച്ചേക്കുന്നതാണ് കേട്ടോ. ആ ടെൻ്റൊക്കെ വാപ്പ എന്തൊക്കെയോ ചെയ്ത് സെറ്റാക്കിയേക്കുന്നത്. എന്തായാലും സംഭവം കളറായിരുന്നു. ബാക്കിൽ വിരിച്ചിട്ട് ബെഡ്ഷീറ്റാണ്. മതിലിൻ്റെ വൃത്തികേടൊന്നും മാറാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റാണ്. ആ ഒരു പിങ്ക് കളർ കോമ്പ് പറഞ്ഞ രീതിയിലും. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. കേക്ക് മറ്റേ കേക്ക് ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് ഒരുമിച്ചിട്ട് ചെയ്യാമെന്നും പറഞ്ഞു. അതായത് ഇക്കാക്കട ഉമ്മയുടെ വാപ്പയുടെ ആണ്ടാവാറായിട്ടുണ്ടായിരുന്നു. ആണ്ടല്ലായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു ഫംഗ്ഷൻ എന്നും പറഞ്ഞാണ് അവളെ കൊണ്ടുവന്നത്. അപ്പോൾ അവള് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആർന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾ എടുത്തില്ല. കാരണം അങ്ങനെ ഒരു നീയത്തോടു കൂടി കൊണ്ടുവന്നേക്കണ കാരണം തന്നെ ഞങ്ങൾ ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് വെറുതെ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ ഫാത്തിമ കുട്ടി കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ്. ഇവിടെ ഒരാളാണ് കേക്ക് വാരാനായിട്ട് തുണിയും പിടിച്ചിരിക്കണമെന്ന് ആരും വിചാരിക്കണ്ട. അതിനുള്ള കാരണം ഇപ്പറിയാം കേട്ടോ. ഇതായിരുന്നു കേട്ടോ സംഭവം. കാരണം പാട്ടിപ്പോപ്പ് പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും. അപ്പം അത് അതിൻ്റെ അകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷോൾ വെച്ച് മറിച്ചെങ്കിലും പകുതിയെ മറിഞ്ഞുള്ളായിരുന്നു. ബാക്കി പകുതി ഭാഗത്ത് ഈ സംഭവമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിന്നുന്ന സാധനമല്ലേ, വെറുതെ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. അതോർത്ത് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയത്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, പെറുക്കി കളയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ ഷാഹിന നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് കേക്ക് കൊടുത്തും. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചറുവറ കൊടുക്കലായിരുന്നു. പിള്ളേരൊക്കെ ഇനി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഈ സംഭവമൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നാമത് പിങ്ക് കളർ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. പിള്ളേരൊക്കെ അത് കണ്ടിട്ടാണെങ്കിൽ ഒരു ലക്കിലെ കാണൂല. ഇപ്പം കിട്ടും എന്നും പറഞ്ഞ് കട്ട വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്തോടുകൂടി പിന്നെ അളം വീതം പങ്കിട്ട് കൊടുക്കാനൊക്കെ തുടങ്ങി. ഫാത്തിമ മിക്കവാറും
ഷുഗർ ഒന്നും ഒരു പരിവാവെന്ന് തോന്നട്ടോ. കാരണം കയ്യിൽ കിട്ടണവരൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ട് ഫാത്തിമക്ക് തന്നെ കൊടുക്കലായിരുന്നു ട്ടോ. അങ്ങനെ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്ന അല്ല ഞാൻ മാത്രം എന്താ കൊടുക്കാത്തത്, വെറുതെ വീഡിയോ കണ്ടിരിക്കണ എന്തിനാന്ന് ഓർത്തും. അപ്പൊ ജുബിക്കുട്ടിയാണെങ്കിൽ വേഗം തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നു പറഞ്ഞിട്ട് എന്നെ വിളിക്കാനും തുടങ്ങി. അപ്പോൾ എനിക്ക് ജുബി വേഗം തന്നെ ഒരു എന്താ പറയണ ചോക്കോബാറല്ലേ ഇതിന്റെ സംഭവം എനിക്കറിയില്ല, പേരറിയില്ല കേട്ടോ. ആ ഒരു സാധനം കയ്യിലേക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കളർ കോമ്പോയാണ്. അപ്പം ഞാനും അതുകൊണ്ട് അവൾക്ക് കൊടുത്തും. എന്നിട്ട് അതുകൊണ്ട് തിരിച്ചു വെച്ച് ഇതൊന്നും നമ്മൾ അധികം വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ. ആകെ 5 6 എങ്ങാണ്ട് വാങ്ങിച്ചുള്ളായിരുന്നു തോന്നുന്നു. അങ്ങനെ അവസാനം കേക്ക് തീറ്റ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ, ജ്യൂസ് കുടിക്കലും. അപ്പോൾ ജ്യൂസും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, വാട്ടർ മിലൻ ആയത് കാരണം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ കുറച്ച് കുടിച്ചു, ബാക്കി എല്ലാവരും കൂടി ഷെയർ ഇട്ട് കുടിച്ചും. ജുബി വച്ച് നീട്ടുന്ന ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറമാന് നമ്മുടെ അഞ്ജു ആയിരുന്നു കേട്ടോ. അഞ്ജു പറഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അഞ്ജു ആയിരുന്നു, അഞ്ജുവിനാണ് നീട്ടിയത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ വീണ ആ ഒരു ചപ്പൻ ചവറൊക്കെ, ചപ്പൻ ചവറല്ല മറ്റേ സാധനം, ചപ്പൻ ചവർ എന്ന് പറഞ്ഞാൽ വൃത്തികേടായിട്ട് പറഞ്ഞില്ല കേട്ടോ. ആ ഒരു പാട്ടിപ്പോപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കച്ചറ സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയണം. എന്നിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കി ഉണ്ടാവും. സത്യം പറയാമല്ലോ, ഈ സംഭവം കൊണ്ടുവന്ന് ഇവിടെ വച്ചേ പിന്നെ ഉണ്ടല്ലോ ഈച്ച, എന്തുമാത്രം ഈച്ചയായിരുന്നെന്ന് അറിയാമോ. ഈച്ചനെ ഓടിച്ചൊരു പരിവായി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ദേ ഇതാണ് കേക്ക്, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കും കിട്ടിയ കേക്കാണത്. അപ്പോൾ പിന്നീടുള്ള പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽ എടുക്കാനുള്ള തന്ത്രപ്പാടായിരുന്നു കേട്ടോ. അതാണ് ഇത്ര വലിയ ഗൂഢാലോചന നടക്കുന്നതും. ഒന്നാമത്തെ കാര്യം, മുന്നേ ഞങ്ങൾ ആരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജുബിയുടെ മനസ്സിൽ എന്തോ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ പെടാപ്പാടെന്ന് തന്നെ പറയാം കേട്ടോ. ഒരു കണക്കിന് അവസാനം അത് സെറ്റാക്കി എന്തോ ഓരോ റീറ്റേക്ക് എടുത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഓരോ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കായിരുന്നു. ലൈറ്റൊക്കെ സംഭവമൊക്കെ സെറ്റായി. രാത്രിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുട്ടായിക്കണാറ് ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല കളറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഫാത്തിമക്ക് കൊടുത്ത അടുത്ത കിടില് സർപ്രൈസ് ഇട്ട്. എന്താന്ന് വെച്ചാൽ ആ എക്സ്പ്രഷൻ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അവളുടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, അത് അവളുടെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അവളുടെ ബെസ്റ്റ് സോൾമേറ്റ് എന്നൊക്കെ പറയാമല്ലോ, അതേപോലത്തെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അത്. അപ്പോൾ മൂസീനെ പറഞ്ഞു അവൾക്ക് ഇതേപോലെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജുബി മൂസീനെയും കൂടി എന്തൊക്കെ ചെയ്ത് ആ കുട്ടീനെ കൊണ്ടുവന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി വന്നപ്പോഴത്തേക്കും ആളാരെന്നൊന്നും ആർക്കും മനസ്സിലായില്ല, മൂസീനക്ക് മാത്രം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും നമ്മൾ കുറേ നേരം കുശലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആ ഒരു ബൊക്കെ എറിയാന്നും പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. ബൊക്കെ എറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം അവളുടെ ഫ്രണ്ട് ഒഴികെ ബാക്കി എല്ലാവരും മാരീഡ് ആണ്. അവളുടെ ഫ്രണ്ട് മാത്രമാണ് മാരീഡ് അല്ലാത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവളെ നടുക്ക് നിർത്തി ബൊക്കെ എറിയിപ്പിച്ച് അവളുടെ കയ്യിലേക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ശരിയാക്കിയതും. പിന്നെ ഒരു റീലും കൂടി ഉണ്ടായിരുന്നു. സംഭവം ലൈറ്റൊക്കെ പോയിക്കണാറൊന്ന് ഡിമ്മയൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ റീലെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവളുടെ ബ്രദറിൻ്റെ വക ഞങ്ങൾക്ക് കുഴിമന്തി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുഴിമന്തിയൊക്കെ കഴിച്ചു. അത് വീഡിയോ എടുത്തില്ലായിരുന്നു. പിന്നെ മരുപസ്കാരത്തിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതുവരെ എടുത്ത വീഡിയോസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയല്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിരുന്നു എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നത്. രാത്രി ആയപ്പോൾ ലൈറ്റൊക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രൈറ്റ് ടു ബി പാർട്ടി? ഇഷ്ടമായി ലൈക്ക് മറക്കേണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.